ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് പിന്നെ ചക്ക എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ചക്ക എരിശ്ശേരി. അത് കൂടുതൽ സന്തോഷം എന്താണെന്ന് അറിയാം, ഈ ചക്ക നമ്മുടെ വീട്ടിലുണ്ടായ ചക്ക തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇവിടെ ചക്കല്ല മാങ്ങ നല്ലോണം ഉണ്ട് എന്ന് പറയാറില്ലേ. ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു ചക്കയാണ്. കഴിഞ്ഞതിന്റെ മുന്നത്തെ കൊല്ലം ഒരു 3 ചക്ക ഉണ്ടായിട്ടാ, പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഇക്കൊല്ലം ഒരൊറ്റ ചക്ക ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഞാനതിനിപ്പോ മഴയൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ മഴയൊക്കെ വന്നാൽ അതിൽ വെള്ളം ഇറങ്ങിയിട്ട് നാശാവില്ല. അപ്പൊ ഞാനത് ചക്കയൊക്കെ ഇട്ട് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ആ ചക്ക വെച്ച് നിങ്ങൾക്ക് ഒരു എരിശ്ശേരി ഉണ്ടാക്കി കാണിക്കാന്ന്. അപ്പൊ നമുക്ക് നാളെ എരിശ്ശേരിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എരിശ്ശേരി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട്, ചുള പറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി ഞാനൊരു 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് എടുക്കണം കേട്ടോ. ഞാനിവിടെ 3/4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകവും ഈ നാളികേരം കൂടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് മറ്റൽമുളക് വേണം, വറവിടാൻ കടുക് വേണം. പിന്നെ ഈ നാളികേരം ചെറിയതുണ്ടല്ലോ, ഇത് നമുക്ക് വറുത്തിടാനായിട്ടാണ്. എരിശ്ശേരിയിൽ നമുക്ക് വറുത്തിടണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ നാളികേരം. ഇത് ഞാനിങ്ങനെ എന്താ വെച്ചാൽ കുറച്ച് വലിപ്പമുള്ളത് ഇങ്ങനത്തെ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ വേറെ വെച്ചത്. ഇങ്ങനത്തെ നമുക്ക് അരയ്ക്കാനും എടുക്കാം. മറ്റേത് നല്ല പിന്നെ ഇങ്ങനെയൊന്നും ആവാത്ത ടൈപ്പാണ്. ഇങ്ങനത്തെ ഇങ്ങനെ അധികം വലിപ്പത്തിൽ വന്ന് വിടാത്തത് ആണ് ഞാൻ അവിടെ വേറെ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ വറവിടാൻ വെളിച്ചെണ്ണ വേണമല്ലോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ എരിശ്ശേരി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് എന്നാലും ഈ ചക്കയൊക്കെ കട്ട് ചെയ്യാം. കണ്ടില്ലേ, ചക്ക നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഇതുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങോട്ട് കളയണം. അതൊക്കെ ഇങ്ങോട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്താൽ മതി. ഇത്ര വലിപ്പമായിക്കോട്ടെ കേട്ടാ. അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ ഈ സൈഡ് ഇങ്ങോട്ട് മുറിച്ചാല് നമുക്ക് വേഗം ഇങ്ങോട്ട് കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ അപ്പൊ ഇനി ഇത് ഞാൻ മുഴുവൻ ഇതേപോലെ ശരിയാക്കട്ടെ. ഞാനിവിടെ ആ ചക്ക നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടു, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പാണ് ഇടുക. പിന്നെ നമുക്ക് പെട്ടെന്ന് പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാൻ, അതേപോലെ ഉപ്പ് കുറവായിട്ട് നമ്മൾ രണ്ടാമതൊക്കെ ഇടില്ലേ, അപ്പോഴാണ് ഞാൻ ഉപ്പിന്റെ പൊടി ഇടാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഞാനിങ്ങനെ കല്ലുപ്പാണ് ഇടുക. അപ്പോൾ ഇത്രയും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ചക്കയിലും കുറച്ച് വെള്ളം ഉണ്ടാവും. ഇത്രയും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 2 വിസിൽ നന്നായിട്ട് വന്നോട്ടെ. 2 വിസിൽ വന്നിട്ട് പിന്നെ അതിന്റെ ആ ആവി പോയതിന്റെ ശേഷം തുറന്നാല് നമുക്ക് നല്ല കറക്റ്റ് വേവായിരിക്കും. പിന്നെ ഓരോരോ ചക്കയ്ക്കും ഓരോരോ വേവാണ് കേട്ടോ. ഞാൻ ഇതിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാനിവിടെ 2 വിസിലാണ് അടുപ്പിക്കുന്നത്. അപ്പൊ നമുക്കിനി വിസിലടുപ്പിച്ച് കൊണ്ടുവരാം. അതവിടെ വിസിലടിച്ച് വരുമ്പോഴേക്കും നമുക്കിവിടെ ഈ നാളികേരം ഉണ്ടല്ലോ, ഈ നാളികേരം അരച്ചു കൊണ്ടുവരാം. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇവിടെ അരച്ചു കൊണ്ടുവരാം. നമ്മളുടെ കുക്കർ ഇപ്പൊ ഇവിടെ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ആറും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും കൂടി തുറന്നു നോക്കുക. ഇളക്കി നോക്കുക. നമുക്ക്
കണ്ടില്ലേ, പാകം വേവായിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നാളികേരം അരച്ചതുണ്ടല്ലോ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മുമ്പ് നമുക്ക് ഈ ഗ്യാസ് ഉണ്ട് കത്തിച്ചു കൊടുക്കുക. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ അതങ്ങോട്ട്, നാളികേരം ജീരകം കൂടി നമ്മൾ അരച്ചു കൊടുത്തില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ കുറച്ചും കൂടി നമ്മളിത് കഴുകിയിട്ടുള്ള വെള്ളമില്ലേ, മിക്സിയുടെ ജാറ് കഴുകിയത്, ആ വെള്ളം കൂടി നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നൊരു ചെറു തള വന്നാൽ നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ നാളികേരം നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടല്ലോ അതൊന്നങ്ങോട്ട് അതിലിട്ടിട്ട് ഒന്നങ്ങോട്ട് വറുത്തെടുക്കാം. നല്ല മഴ വരുന്നിട്ട് വെളിച്ചെണ്ണയിൽ ഒന്നങ്ങോട്ട് മുരിഞ്ഞ് വരട്ടെ. നാളികേരം അങ്ങോട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇങ്ങോട്ട് പൊട്ടി വരട്ടെ. കടുകിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഒന്നും കൂടി പൊട്ടിക്കോട്ടെ. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതേപോലെ 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് ഒന്നങ്ങോട്ട് റെഡിയായി വരട്ടെ. ഒന്നുകൂടി കടുക് കൊണ്ട് പൊട്ടിയാൽ നമുക്ക് എല്ലാം കൂടിയിട്ട് കൂട്ടിയിട്ട് ഇളക്കി കൊടുക്കാം. ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒക്കെ ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. കണ്ടില്ലേ പൊട്ടി തെറിക്കുന്നത്. ഒന്നും കൂടി ഇങ്ങനെ ആയാൽ കണ്ടില്ലേ നോക്കുക, ഒന്നും കൂടി ആയാൽ നമുക്ക് നിങ്ങളുടെ വാങ്ങിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ മതി. അങ്ങനെ നമ്മുടെ ചക്കരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചക്കയായത് കാരണം എനിക്ക് കൂടുതൽ നല്ലൊരു സന്തോഷമുണ്ട് കേട്ടാ, നല്ല സന്തോഷമുണ്ട്. അത് വെച്ചിട്ടാണല്ലോ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചക്കരിശ്ശേരി കാണിച്ചിരിക്കുന്നത്. ഞാനിതിൻ്റെ മുമ്പേ ചക്കപ്പൊരി ഇട്ടിട്ടുണ്ട്, അതേപോലെ പിന്നെ ചക്ക വറുത്തത് ഇട്ടിട്ടുണ്ട്, അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിശ്ശേരിയും അതേപോലെ മുളകുഷിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിപ്പോൾ നമ്മുടെ വീട്ടിലെ ചക്ക തന്നെ എടുത്തിട്ടുണ്ടാക്കണ കാരണം എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. അപ്പോൾ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.